ഹലോ, നമസ്കാരം. ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്താൻ പോകുന്ന സ്വാദിഷ്ടമായ വെട്ട് കേക്ക് എങ്ങനെ ഉണ്ടാക്കാം എന്നതിനെക്കുറിച്ചാണ്. അതിന് ഇവിടെ വേണ്ട സാധനങ്ങൾ ജാതിപത്രി, ജാതിക്കുരു എന്നൊക്കെ പറയും, ഒരെണ്ണം. പിന്നെ കളറ്, എല്ലാ പലചരക്കടയിൽ പോയാലും കിട്ടും, 10 രൂപയുള്ളൊരു പാക്കറ്റ് കളറിന്. അത് പിന്നെ സോഡാപ്പൊടി, 150 ഗ്രാം പഞ്ചസാര, 1 കിലോ മൈദ, പിന്നെ എണ്ണ ഏതായാലും കുഴപ്പമില്ല കേട്ടോ, നിങ്ങളുടെ ചോയ്സാണ്. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. പിന്നെ 5 മുട്ട. ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. ഒരു പരന്ന പാത്രത്തിലോട്ട് മുട്ട പൊട്ടിച്ച്, ഈ 5 മുട്ടയും പൊട്ടിച്ച് അതിനകത്തോട്ട് ഒഴിച്ച് കൊടുക്കുക. അതിനുശേഷം കളറ്, ഇത്ര കളറേ പാടുള്ളൂ, ഒരു നുള്ളു കളർ ഓവറായത് കണ്ടല്ല, ഇത്രയും കളറേ ആവശ്യമുള്ളൂ. അതിനുശേഷം നമ്മളൊരു സ്പൂണ്, പ്ലാസ്റ്റിക് സ്പൂണിന് സോഡാപ്പൊടി, ഒരു ചെറിയ പ്ലാസ്റ്റിക് സ്പൂണിന് ഒരു സോഡാപ്പൊടി ഇട്ട് കൊടുക്കുക. അതിന് ശേഷം ഒരു കൈനുള്ള് ഉപ്പ്, ഒരു കൈയുടെ നുള്ളിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ പൊടിച്ചു വച്ചിരിക്കുന്ന പഞ്ചസാര അതിലോട്ടിട്ട്, അതിനുശേഷം ഒരു 200 ഗ്രാം എണ്ണ, ഏതെണ്ണ ആയാലും കുഴപ്പമില്ല, സൺഫ്ലവർ ഓയിലോ ഏതായാലും കുഴപ്പമില്ല, എണ്ണ അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുക. നമ്മൾ യൂസ് ചെയ്യുന്ന ഏതെണ്ണയാണെന്ന് വെച്ചാൽ ആ എണ്ണ അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുക. ഒരു 200 ഗ്രാം ഒഴിച്ചതിന് ശേഷം ഇതേപോലെ മിക്സാക്കി നല്ല വൃത്തിക്ക് മിക്സാക്കി എടുക്കണം, നല്ലോണം മിക്സാക്കി എടുക്കണം. കണ്ടല്ല, ഇതേപോലെ നല്ല വൃത്തിക്ക് കൈകൊണ്ട് മിക്സാക്കി എടുക്കണം. ഇതേപോലെ മിക്സാക്കി എടുക്കുക. മിക്സാക്കി നല്ലോണം വെച്ചതിനകത്തോട്ട് 1/2 കിലോ മൈദ ഇട്ട് നല്ലോണം കുഴച്ചെടുക്കുക. ആദ്യം 1/2 കിലോ ഇടാവുള്ളൂ, ഇട്ട് നല്ലോണം കുഴച്ചെടുക്കുക. അതിന് ശേഷം ബാക്കി മാവിടിട്ട് കുഴയ്ക്കാവുള്ളൂ. ആദ്യം ആ 1/2 കിലോ പകുതി മാവെടുത്ത് ഇതിനകത്ത് തട്ടി ഇതേപോലെ കുഴച്ചെടുക്കണം. അതേപോലെ നിങ്ങളെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അത് ഏതെങ്കിലും രീതിയിൽ, ഒന്നുമില്ലെങ്കിൽ ഒരു ലൈക്കെങ്കിലും അടിച്ചൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഒരു സഹോദരൻ്റെ റിക്വസ്റ്റാണ്. നിങ്ങൾക്ക് എൻ്റെ സംസാരം ഇഷ്ടപ്പെടാഞ്ഞിട്ടാണെന്നോ എൻ്റെ വീഡിയോയുടെ ക്ലിയർ ഇല്ലാത്തതുകൊണ്ടാണെന്നോ എന്താണെന്നറിയത്തില്ല, നിങ്ങൾ പരമാവധി ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ലൈക്ക് അടിച്ചോ ഷെയർ ചെയ്തോ ഏതെങ്കിലും രീതിയിൽ, ഒരു സഹോദരൻ്റെ റിക്വസ്റ്റാണ്, അത് നിങ്ങൾ ചെയ്യുക. ഇതേപോലെ നന്നായി കുഴച്ചെടുക്കുക. അയച്ച് ഇതേപോലെ നല്ല വൃത്തിക്ക് എടുക്കണം. ഇത് കണ്ടല്ല, ഇതുമാതിരി ഇതുപോലെ കുഴച്ചെടുത്തതിന് ശേഷം ഒരു തുണി നനച്ച് 1 മണിക്കൂർ ഇതേപോലെ മൂടി വെക്കുക. 1 മണിക്കൂറിന് ശേഷം എടുത്ത് കുറേശ്ശെ കട്ട് ചെയ്തെടുത്തിട്ട് ഇതേപോലെ പരത്തിയെടുക്കുക. ഇതേപോലെ ചെറിയൊരു കനത്തിന് പരത്തിയെടുക്കുക. പരത്തിയെടുത്തതിന് ശേഷം ഇതേപോലെ കീറിയെടുക്കുക. ഇതേപോലെ ചെറിയ പീസാക്കി കട്ട് ചെയ്ത് എടുത്തതിന് ശേഷം നടുക്ക് ഒരു ചെറുതായിട്ടിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കണം. അത് മുറിഞ്ഞു പോകരുത്, മുറിയാത്ത രീതിയിൽ ഒരു പകുതിക്ക് വെച്ച് കട്ട് ചെയ്ത് കൊടുക്കേണ്ടതാണ്. നിങ്ങൾ കുഴയ്ക്കാനെടുത്ത ഏത് എണ്ണയാണോ അത് തന്നെ ഇട്ട് വേവിച്ച് മുറിച്ചെടുക്കുക. ആ എണ്ണ വെച്ച് തന്നെ മുറിച്ചെടുക്കണേ. നിങ്ങൾ ഏതെണ്ണ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ എണ്ണ വെച്ച് തന്നെ. നേരം ഇവിടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ ടേസ്റ്റ് കാരണം ഞാനും വൈഫും, നമ്മുടെ വീട്ടിൽ കുറച്ച് വിരുന്നുകാരും വന്നായിരുന്നു, അവരും കഴിച്ചതിൻ്റെ ബാലൻസ് ഇത്രയേ ഉള്ളൂ. ഇതിന് അന്യായ ടേസ്റ്റ് തന്നെ കേട്ടോ. ഒന്ന് കഴിച്ചു നോക്കണം, ഉണ്ടാക്കി കഴിച്ചു നോക്കണം. അന്നേരം ഈ വീഡിയോ കണ്ടവർക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം.